നിങ്ങളെ തലക്ക് വെച്ചേക്കണ ഞാൻ തലക്ക് വെച്ചത് സുനിയുടെ മോന്റെ സ്വഭാവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ശരിയാണ് റിസൾട്ട് വരെയാണ്. അവൻ പറഞ്ഞത് ഒരു കാര്യം മാത്രം നിങ്ങൾ ആരും കേട്ടോളൂ, കുഴിമന്തിയുടെ കാര്യം. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ കളിക്കാനും വിളിച്ചെടുത്തിട്ട് സുനിയുടെ മോൻ സുനിയിലെ ഫോൺ എടുക്കുള്ളൂ. അവന്റെ അച്ഛൻ ഫോൺ എടുത്താ ഞാൻ എന്ത് പറയും? ഇപ്പൊ കേക്കാം, എനിക്ക് തന്നെ കേക്കാം ഈ കാര്യം. ബാച്ച് ഉണ്ടാക്കാൻ പോയതാണ്. ഞാൻ വിചാരിച്ചു നീ കുഴിമന്തി ഉണ്ടാക്കി 6 മണി തൊട്ട് ഇവിടെ ഇരിക്കുകയാണ് കളിക്കാൻ. നാളെ മാച്ചാണ്, അത് ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? നാളെ മാച്ചിനെ അവൻ കൊണ്ടുവരുന്ന സാധനം വെച്ചേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങളെല്ലാരും കുഴിമന്തിയിൽ മാത്രം ശ്രദ്ധ കൊടുത്ത് ബാക്കിയുള്ള മാച്ചിനുള്ള ഒരു കാര്യത്തിനും ഒന്നും പറഞ്ഞിട്ടില്ല. പയ്യനൊരു ഏറ്റവും വലിയ ഊക്ക് കിട്ടുന്ന സംസ്ഥാന സമ്മേളനം അച്ഛന് മോനെ ഉടായ പേഴ്സണാണ്. ശരിയാണ്. നാളെ ഓർമ്മയില്ല. നീ വീഴും, നീ നിന്റെ അച്ഛനും സുനിയും കൂടി ഇന്ന് മാന്തി കുഴി മന്തി ഉണ്ടായി തന്നേ പറ്റും. കളി നടക്കൂല. ഇതിന് മുമ്പ് റിസൾട്ട് വന്ന ടീമുകളുണ്ട്. അപ്പൊ ഞാൻ തോറ്റക്കില്ല. ഇതിനു മുമ്പ് വലിയൊരു റിസൾട്ട് വന്നിട്ടുണ്ട്, വലിയൊരു പരീക്ഷ വന്നിട്ടുണ്ട്. ആ സമയത്ത് ഡിസ്പ്ലേ പോയ ഫോൺ വെച്ച് എക്സാം എഴുതിയ ആളാണ് നിങ്ങളെ അങ്ങനെ ആക്കാൻ എന്നെ ആക്കാൻ നോക്കിയോ? നീ അവന്റെ കൂടെ തന്നെ നിൽക്കാനുള്ള ശരി. പിന്നെ സുനിയുടെ മോൻ എക്സാം എഴുതിയ കണക്കാണ് നമ്മളൊരു കൂട്ടുകാരി എഴുതിയത്. ഡിസ്പ്ലേ ഫോൺ വെച്ചാണ് എക്സാം എഴുതിയത്. അതിന് കഴിവോണോടെ നിങ്ങളുടെ ഓരെ പിടിച്ച് വലിക്കുമ്പോഴല്ല, അതിനും കഴിവോണോ എഴുതാൻ. കേട്ടാ, ഒരാള് താമസിച്ചോണ്ട് താണ്ട പോണ സത്യല്ലേ? അവന് വീട്ടിൽ പോണം, അവന് കൊച്ചി ഇറങ്ങണം. നമ്മളെ പന്ത് തുറക്കാൻ ഏറ്റവും വലിയ ഫിൽഡറാണ് അവൻ. പയ്യന്മാരെ നീ മോനൊന്നും ചെയ്യൂല. കഴിഞ്ഞ ബാറ്റിങ്ങിൽ നിന്റെ പെർഫോമൻസ് നമ്മൾ കണ്ട തന്നെ. എന്തായാലും കളി നടക്കൂല. ഇന്നലെ കണ്ടതിന്റെ ബാക്കി സിനിമയെങ്കിലും എടുത്തു വെച്ച് കാണാം. അതേ സിനിമയുടെ കണ്ടോ? കാരണം നിങ്ങൾ ഇന്നലെ കയറ്റി തന്ന ഹോട്ട്സ്റ്റാറിലെ സിനിമ അത് നീ ഇതുവരെ കണ്ടു തീർന്നില്ല. എന്റെ ഫോണിന്റെ കുഴപ്പമാണ്, എന്താണെന്ന് അറിഞ്ഞൂടാ. അവസാനത്തെ ഒരു 3 മിനിറ്റ് എത്ര കണ്ടിട്ട് സൗണ്ട് കിട്ടില്ല. ഒരു കൊച്ചിന്റെ സീനാണ് അത്. അതെ അതെ. അത് സംസാരിക്കൂല, കേക്കൂല കൊച്ച്. അത് ഡയലോഗ് ഇല്ല. ഡയലോഗ് ഇല്ല. ഞാൻ ഇന്നലെ ഡയലോഗ് ഇല്ലാത്ത ക്യാപ്റ്റൻ സീലെന്ന് പറഞ്ഞ ഒറ്റയില്ലാത്ത ചിന്ത അവസ്ഥ. നീ പോണം. നാളെ രാവിലെ മാച്ച്. ഓക്കെ, വൈകിട്ട് 5 മണിക്ക് ക്ലബില് കുഴിമന്തി. 200 രൂപ ഞാൻ എൻട്രി ഫീസ് കൊടുത്തിട്ടുണ്ട്. എന്തായാലും നാളെ മാച്ച് നടക്കും. മാച്ചിൽ പോയി കപ്പടിച്ച് പറ്റും. നാളെ എന്തായാലും മാച്ചിൽ നീ കളിക്കാൻ വരും. കൊണ്ടുപോയില്ലെങ്കിൽ പിന്നെ നമ്മൾ മാച്ച് ഒന്നും നടക്കില്ല.
ഞാൻ ഓപ്പണിംഗ് എടാ നമുക്ക് ദീപോണ്ട കടക്കറി നാരങ്ങളെ കുടിച്ചാലോ? എന്താണ് പറയണത്? വെള്ളം കുടിച്ചിട്ട് പോയാലോ? ദീപോണ്ട സോഡ അറിയാടാ, സോഡ അറിയാം. ഉപ്പ് പഞ്ചായത്ത് സോഡ അറിയാം. ഭയങ്കര എനർജി സാധനം. പിന്നെ നാളെ രാവിലെ കണ്ടാ മതി, കണ്ടാ മതി. ആ മണക്ക അറിയാതെ നിന്നിലാണ് പ്രതീക്ഷ നമ്മക്ക്. ദൈവമല്ലോ സോഡ അറിയാം. ഉപ്പും പഞ്ചാര കോട്ട 4 എണ്ണം കണ്ടാ മതി. ഈ വാട്ടാളമൊക്കെ പടവലവും അമ്പാടിയവനും മണകനോടെ കയറും. എന്നാ സോഡ അറിയില്ലേ? കമ്പനി ഉള്ളേ ഉള്ളൂ. എനിക്ക് ഒരു മഞ്ഞ കുപ്പി സോഡ ഇറങ്ങിക്ക് വരാം. കുടിക്ക്, ഗ്യാസ് ഉള്ളു. നിന്റെ പൈസ നിന്റെ ഗൂഗിൾ പേയിൽ പൈസ ഉണ്ട്, നാച്ചുറൽ പൈസ നിന്റെ അല്ലേ? നാളെ നീ എന്തായാലും പൈസ തെറ്റിയാണ്. ഞാൻ ഇവനോട് ഒരു വേറെ തീരുമാനം എടുത്ത് വെച്ചിട്ടുണ്ട്. പോണേ പോയി. ഇതിനെ വണ്ടി കിട്ടില്ലേ? ഓക്കെ നാളെ വൈകുന്നേരം നടക്കല്ലേ? 5 മണിക്ക് നാളത്തെ മാച്ച്. ബാക്കി കാര്യം ഞാൻ വിളിക്കാം. വരാൻ പറഞ്ഞു. 5 മണി ആയില്ലല്ലോ. 10 വർഷം അവൻ +2 തോറ്റടേ. മണക്കം +2 തോറ്റ. അങ്ങനെ എന്നിട്ട് വിളിച്ചിട്ട് എടുക്കണല്ല. അറിഞ്ഞതനുസരിച്ച് സുനിയണ്ണ നന്നായിട്ട് പെരുമാറിയെന്നാണ് പറയണത്. എന്താണ് സാഹചര്യം എന്ന് പറഞ്ഞൂടാ. വിളിച്ചിട്ട് ഇതുവരെ ഫോൺ എടുക്കും. അപ്പൊ നാളത്തെ കാര്യം എന്തായാലും മന്തിയല്ല, നാളെ മാച്ചുള്ള കാര്യം മറന്നുപോയി. മന്തി എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. കാര്യം അവൻ വന്നാലേ എന്തായാലും നടക്കുള്ളൂ. അവൻ വരാതെ ഒരു വിഷയമില്ല. നമുക്ക് അവൻ വേണം. സെറ്റ് ചെയ്യണമെങ്കിൽ അത് കിട്ടണം. ആ സാധനം കിട്ടിയ എന്ത് ചെയ്യും? പറ, എന്തെങ്കിലും ചെയ്യണ്ടേ? നിങ്ങൾ ഇതിന് മുമ്പ് അവനെ വിളിക്കുന്നത് കൂടുതൽ റിസ്ക് ആണ്. സുനിയണ്ണൻ്റെതായിരിക്കും ഫോണ്. വേറെ വിഷയത്തിലോട്ട് അതിന് മുട്ടം കലിപ്പാവും. ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ അവനെ വിളിച്ചു നോക്കാം. ചേട്ടാ എന്തായാലും നിങ്ങൾ അവനൊന്ന് വിളിച്ചു നോക്ക്. അവൻ ചിലപ്പോ ഫോൺ എടുക്കണമെങ്കിൽ നമുക്ക് നാളത്തെ കാര്യം കൂടെ സംസാരിക്കാൻ പറ്റുമല്ലോ. എന്താ ഒരു കാര്യം ചെയ്യും, ഞാൻ അവനെ വിളിച്ചു നോക്കാം. എന്താടാ ചേട്ടാ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റൂല, ഭയങ്കര സീനാണ്. അതെന്ത് +2 തോറ്റി. നാളത്തേക്കുള്ള കേസ് എന്തായി? സാധനം ഞാൻ രാത്രി 12 മണിയാകുമ്പോൾ വീട്ടുകാരെല്ലാവരും ഉറങ്ങും. അപ്പോഴത്തേക്ക് ജനലിൽ ആ സാധനം വെച്ചേക്കാം. ഒന്നങ്ങ് എടുത്താൽ മതി, ആരും അറിയാതെ ഒന്നങ്ങ് എടുത്താൽ മതി സാധനം. ഞാൻ അവിടെ വെച്ചേക്കാം. ജനലിങ്ങനെ തുറക്കാൻ പറ്റാതെ അടയ്ക്കാനൊന്നും പറ്റൂല. അങ്ങനെ അങ്ങോട്ടേക്കും. അതുകൊണ്ട് കുഴപ്പമില്ല, അങ്ങനെ കിടന്നോളും. അപ്പോൾ അവിടെ ഞാൻ വെച്ചേക്കാം, ഒന്ന് എടുത്താൽ സാധനം. വീട്ടിലെല്ലാവരും അപ്പോഴും ഉറപ്പാവും. ഓക്കെ ഓക്കെ ഓക്കെ. സാധനം കിട്ടാനുള്ള എല്ലാ ഓഫറും റെഡിയാക്കി. ഞാൻ ആനെ വിളിച്ചിട്ട് ഇപ്പൊ എന്തായി സംഭവം? അവനെ വിളിച്ചിട്ട് ഫോൺ എടുത്തിട്ടുണ്ട്.
പക്ഷേ അവൻ പറഞ്ഞ കാര്യം അനുസരിച്ച് നമുക്ക് റിസ്ക് ജോബാണ്. അത് എടുക്കുക എന്ന് പറഞ്ഞത് ഒരു ടാസ്ക്കാണ്. നിങ്ങൾ രണ്ടുപേരും കൂടെ നിൽക്കുകയെന്നുണ്ടെങ്കിൽ ആ സാധനം നമുക്ക് ചെയ്യാം. എന്ത് പറയുന്നു? നമുക്ക് നാളെ നമുക്ക് ഈ പരിപാടി എന്തായാലും നടത്താൻ പറ്റില്ല. സാധനം എല്ലാം നാളെ പോയിട്ട് കാര്യം അവയില്ലാതെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ അവന്റെ കാര്യം വിടണ്ട. പക്ഷെ നമുക്ക് സാധനം വേണം. സാധനം നമ്മളെ കൈ കിട്ടിയാലേ കാര്യം നടക്കുള്ളൂ. ബാക്കി നാളത്തെ കാര്യങ്ങളെല്ലാം നടക്കണമെങ്കിൽ ആ സാധനം നമുക്ക് വേണം. അവൻ പറഞ്ഞ ഒറ്റ കാര്യം, ജനലിൽ എടുക്കത്തക്ക രീതിയിൽ സാധനം വയ്ക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ചെല്ലുക, 12 മണിക്ക് നടക്കുള്ളൂ പരിപാടി. പക്ഷേ ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് അവർ ഉറങ്ങിയെന്ന് ഉറപ്പാക്കിയതിനു ശേഷം നമ്മൾ വീട്ടിൽ ജനലിലൂടെ പോവുക, കൈ കിട്ടുക, എടുക്കുക, ടക്കനങ്ങി പോരും. പിന്നെ നാളത്തെ കാര്യം നല്ല മംഗളമായിട്ട് നമുക്ക് നടക്കുകയും ചെയ്യും. നാളത്തെ 1 ലക്ഷത്തിന് വേണ്ടിയാണ് നമ്മൾ ഇത്രയും ചെയ്യേണ്ടത്. നാളെ നമുക്ക് നടന്നില്ലെങ്കിൽ നമ്മൾ ഒരു തോൽവിയായിട്ട് തന്നെ കൂട്ടാം. അതിനുവേണ്ടി നമുക്ക് യാതൊറ്റം വരെ പോകേണ്ടി വരും. നിങ്ങൾ രണ്ടും എൻ്റെ കൂടെ ഉറപ്പായിട്ട് കാണും. നമുക്ക് പോവാം, ഉറപ്പായിട്ട് പോവാം. ഷീറ്റൊക്കെ എന്ന് എണ്ണി വെച്ചായിരുന്നു. ഓ, അടുക്കി വെച്ചിട്ടുണ്ട്. നിങ്ങളല്ലേ പറഞ്ഞത് 50 ഷീറ്റ് ഉണ്ടെന്ന്. പക്ഷെ അത് 43 എണ്ണേ ഉള്ളൂ. അതെങ്ങനെ കുറയും? കഴിഞ്ഞ ആഴ്ച കൂടി ഞാൻ 50 എണ്ണി വെച്ചല്ലേ. പിന്നെ 7 ഷീറ്റ് എങ്ങനെ കുറവ് വരുന്നേ? എന്ത് സംഭവിച്ചു അതിനകത്ത്? അമ്മ ഇത് കയ്യിലിടാൻ വെളിച്ചെണ്ണ എടുത്തെന്ന്. നീ എന്റെ ഫോൺ ഒന്ന് ചാർജ് ഇട്ടേരെ. നിങ്ങൾ ബാത്റൂമിൽ പോകുമ്പോ എന്റെ അടുത്തൊന്ന് പറയണേ. എന്തിനാ? അല്ല, നിങ്ങൾക്ക് ചന്തി എഴുതാൻ കൂടെ ഒരാളുണ്ടായിരുന്നെങ്കിൽ അത്രയും ഉപകാരമാണ്. അതാണ് നിങ്ങളെ സ്വഭാവം. ഒരു കുനിഞ്ഞിട്ട് കുപ്പ എടുക്കാത്ത ഒരു മനുഷ്യൻ. ഞാൻ പോവാ, എനിക്കെന്തൊരു പേടിക്കാൻ. ഞാൻ പോവാം, ഞാൻ പോവാം. എനിക്ക് പേടിയൊന്നുമില്ല, ഞാൻ പോവാ, ഞാൻ പോവാ, ഞാൻ പോവാ. അമ്മ, കൈ കൈ അമ്മ, കൈ കൈ അമ്മ, കൈ കൈ സീറ്റ് മൊത്തം ഓടിക്കണത്. കൈ എന്റെ കൂട്ടുകാർ രാത്രി കാണുന്നു. സീറ്റ് ഓടിക്കണം. കൈ എടാ മക്കളെ, നിനക്ക് വല്ല കുഴപ്പമുണ്ടോ? നമുക്ക് ഹോസ്പിറ്റലിൽ പോയാ എണീരങ്ങോട്ട്.